ആ കുട്ടിയുടെ പേര് ഗോപിക. നല്ല കുട്ടിയല്ലേ. പിന്നെ എനിക്ക് ഇവരെ കാണുമ്പോഴേക്കും ഒരു cute സാധനം. അതായത് എനിക്കിങ്ങനെ വീട്ടിൽ കൊണ്ട് വളർത്താൻ തോന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഫീൽ ഫസ്റ്റ് ഡേ ഷൂട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ പോയി. കാര്യം പെരുമഴ, മൊത്തം മഴ. കാത്തിരുന്ന് പുഴ വരിഞ്ഞവർക്കായിരുന്നു. എനിക്ക് എന്നെ ടാഗ് ചെയ്തിട്ടൊക്കെ കുറെ ഇങ്ങനെ ഇതിന് ചേട്ടാ എന്നാ വരിക എന്നൊക്കെ മെസ്സേജസ്. ഈ സാന്ത്വനം 1 സാന്ത്വനം 2 കണക്ട് ആയിട്ട് ശിവാഞ്ജലി തിരിച്ചു വരുമോ? ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ ട്രോളാനും കളിയാക്കാനും വേണ്ടിയിട്ടാണ് കണ്ടു തുടങ്ങിയത്, പക്ഷെ പിന്നെ ഫാനായി പോയി അങ്ങനെ പറഞ്ഞ ആളുകളുണ്ടോ? ഇല്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത്രയും ഈ നമ്മുടെ സാന്ത്വനം ഇത്ര ഹിറ്റാവുന്നും കഥാപാത്രങ്ങളും ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടാവുന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ കണ്ടത് ഫൈനലല്ലേ, ഇനിയും ഉണ്ടോ? ഞങ്ങൾ പോളിഷ് ചെയ്ത് 1002 എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സീരിയലിന് അതിനുശേഷവും വലിയ സ്വീകാര്യത ഉണ്ടാവുക, അതിലെ ചില ടേംസും ആളുകളെയും ആ കഥാപാത്രങ്ങളുടെ പേരിൽ ഓർത്തിരിക്കുക അത്ര ചെറിയ കാര്യമല്ല. അതേ ടീം വീണ്ടും വരുന്നു എന്ന പ്രത്യേകതയുണ്ട് ഈ ഷോർട്ട് ഫിലിമിന്. ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര് പെണ്ണിനെ ഇഷ്ടമായോ എന്നുള്ളതാണ്. സജിൻ, ഗോപിക ആൻഡ് ഈ സിനിമയുടെ സംവിധായകൻ അച്ചു എന്നിവരാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. അത് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. കാരണം എത്രയോ സീരിയലുകൾ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും സാന്ത്വനം എന്നുള്ളൊരു കീവേഡ് തന്നെ ഗൂഗിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹാഷ്ടാഗ് അടിച്ചു നോക്കുമ്പോൾ ആളുകൾ പിന്നെ അതിനെപ്പറ്റി അഭിപ്രായം രേഖപ്പെടുത്തുന്നു. പുതിയ ആളുകൾ കണ്ടവർ തന്നെ പിന്നെയും കാണുന്നു. ആ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസും അല്ലെങ്കിൽ ആ സീരിയൽ ആളുകൾക്ക് എത്രമാത്രം ജനകീയമായി എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ്. ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ളത് ഈ സാന്ത്വനം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഐഡിയ ഉണ്ടായിരുന്നു? ഞങ്ങള് സാന്ത്വനം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഐഡിയ, പക്ഷെ ഈ ഷോർട്ട് ഫിലിം അല്ലായിരുന്നു. ഞാനും സഞ്ജയനോട് വേറൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. പക്ഷെ ഞാൻ ഭീഷണിപ്പെടുത്തി, എന്നെ എടുത്തില്ലെങ്കിൽ. അല്ല, അത് ഇടയ്ക്ക് വെച്ചിട്ട് ഞാനും സഞ്ജയനോട് വേറൊരു തുരുത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അതില് ഞാൻ വേറൊരു ആക്ട്രസിനെയാണ് മനസ്സിൽ കണ്ടത്. പ്രാഗൊക്കെ ചെയ്തത്. അത് കാരണം നടന്നില്ല. എന്നെ നായികയാക്കി. അല്ല, അതുപോലെ തന്നെ നടന്നില്ല. പിന്നെ അവസാനം ഞങ്ങള് രണ്ടുപേരോട് എന്തായാലും ഫസ്റ്റ് വർക്ക് നടക്കണമല്ലോ. ഈ ഗണപതിക്ക് താങ്ക് അടയ്ക്കുന്നത് യൂട്യൂബ്. കാര്യം ഈ ശിവാഞ്ജലി എന്ന് പറയുന്ന ഇവരുടെ ഒരു ഇത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും എന്റെ ഇടയില് സഞ്ജയനാണെങ്കിൽ ഗോപി ചേച്ചി മതി നായികയായിട്ട്, എനിക്ക് അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം എനിക്ക് ഇങ്ങനെ മെസ്സേജ്, ഇതെന്താണ് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവര് ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയും. ഓരോ ഇവന്റെ അല്ല സിനിമയുടെ, അതായത് ഇവൻ എഴുതിയ ഇവന്റെ മനസ്സിലുള്ള കഥകള് ചേട്ടന്റെ അടുത്ത് ഇങ്ങനെ പറയും. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ പോയിരിക്കും. അതെ, പക്ഷെ നമ്മള് ഈ പറയുന്ന ഈ സാന്ത്വനം കഴിയുന്ന അവസരത്തിലാണ് നമ്മളിത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്തായാലും ചെയ്യണം, ഈ ഷോർട്ട് ഫിലിം തന്നെ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ട് പിന്നെ പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി. സാന്ത്വനം കഴിഞ്ഞ് ഉടനെ ഇറക്കണമെന്നായിരുന്നു. പിന്നെ അതിനുശേഷം ഗോപി ചേച്ചിയുടെ കല്യാണം, പിന്നെ ഷൂട്ട്, എല്ലാം കുറച്ചങ്ങ് ലേറ്റ് ആയി ഇതുവരെ. ഈ ഷോർട്ട് ഫിലിം എന്താ ഇറക്കാത്ത എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഈ ഷോർട്ട് ഫിലിമിന്റെ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. ഈ ഷോർട്ട് ഫിലിമിന്റെ BTS വീഡിയോന് ഭയങ്കര റീച്ചാണ്. സിനിമയുടെ BTS വീഡിയോ ബിഹൈൻഡ് ദ സീൻസിലൊക്കെ ഭയങ്കര വ്യൂ ഉള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത് പുറത്ത് വിട്ടിട്ടില്ല ഒന്നും. അത് ഇങ്ങനെയൊക്കെയോ ആരൊക്കെയോ ലൊക്കേഷനിൽ ഫാൻ പേജസിൽ കണ്ടപ്പോ ഞാൻ ഓർത്ത് ഇവർക്ക് എങ്ങനെ എവിടുന്ന ഈ വീഡിയോസ് കിട്ടിയെന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തിരുന്നു. അതും സത്യം പറഞ്ഞ സാന്ത്വനം ചെയ്തുകൊണ്ടുള്ള ക്രെഡിറ്റ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് നമ്മളെ വീണ്ടും ഒരുമിച്ച് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവരിങ്ങനെ ഇത്രയ്ക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്, എപ്പോഴാ റിലീസ്, എപ്പോഴാ നിനക്ക് കുറെ മെസ്സേജസ് ഒക്കെ വരുന്നില്ലേ? അതെ, എനിക്കതിന്റെ ഈ ഇത് റിലീസ് ചെയ്യാൻ പോകുന്നു ഒരു കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. സിനിമയ്ക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. അജിത്തിന്റെ ഒക്കെ സിനിമയുടെ ഇതാകുമ്പോ അവരുടെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് കാത്തിരുന്ന് പുഴ വരിഞ്ഞവർക്കായിരുന്നു. എനിക്ക് എന്നെ ടാഗ് ചെയ്തിട്ടൊക്കെ കുറെ ഇങ്ങനെ ഇതിന് ചേട്ടാ എന്നാ വരിക എന്നൊക്കെ മെസ്സേജസ്. അപ്ഡേറ്റ്. എനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥ. ഷോർട്ട് ഫിലിം എടുത്തിട്ട് ഇത്രയും ഒരു ഷോർട്ട് ഫിലിം അല്ല, ഇതിന് ഇത്രയും സമയം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഈ അത്യാവശ്യം ഒരു ചെറിയൊരു ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പം നമ്മൾ അറിയാലോ ചെറിയൊരു ബഡ്ജറ്റാണ്. അപ്പൊ അതിന് നിന്നിട്ട് നമ്മള് കുറെ പരിമിതികളുണ്ട്. അപ്പൊ അതിന്
സമയം എടുക്കും നമ്മൾ മ്യൂസിക് ചെയ്യാനും ഒക്കെ. ഒരുപാട് നമ്മൾ നല്ലോണം സമയം എടുത്തിട്ട് ചെയ്തിട്ടുള്ളൂ, മാക്സിമം അതിനെ ബെറ്റർ ആക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷെ വേറെ കാര്യം വെച്ചാൽ നമ്മൾ ഈ സാന്ത്വനം കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി ഉണ്ടായിരുന്നു പോകുന്നുള്ള. പക്ഷെ ഇപ്പോഴും ഇന്നലെയും ഞാൻ നോക്കുമ്പോഴത്തേക്ക് ചേട്ടാ അത് റിലീസ് ഈ മാസം കാണും. ഒരു ഉദ്ഘാടന വീഡിയോസിന്റെ റീൽസ് എടുത്ത് നോക്കണം, ചിലതൊക്കെ കോടികളൊക്കെയാ. ഇവര് ഒരുമിച്ച് വന്നിട്ടുള്ള ചില ഫംഗ്ഷൻസിനൊക്കെ റീൽസിനൊക്കെ ക്രോർസ് ആണ് വ്യൂസ്. ഇവര് രണ്ടുപേരും നമ്മൾ സാധനത്തിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ ഒരു ഇനാഗുറേഷൻ എന്തോ പോയിട്ട് സൈൻ ചെയ്യുന്ന ഒരു വീഡിയോ വെച്ചത് ഞാൻ മറ്റേ നമ്മൾ ഈ സൂപ്പർ സ്റ്റാർസ് ഒക്കെ പോലെ ഞാൻ അച്ഛനോട് ഇത് ഞങ്ങൾ ഈ പരിപാടിക്ക് വന്നവർ തന്നെയാണോ മാറിപ്പോയോ സ്ഥലം മാറിപ്പോയോ എന്നൊക്കെ. അങ്ങനെയൊക്കെ. അപ്പൊ അത്രയും സ്വീകാര്യതയുള്ള രണ്ട് ടീമായിരുന്നു. അല്ല ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും നമ്മൾ കാണുമ്പം സാന്ത്വനം 2 ഉണ്ടോ, നിങ്ങൾ വരൂ, ഇപ്പോഴും കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇപ്പോഴും എന്നെ അഞ്ജലി തന്നെ ഇപ്പോഴും വിളിക്കുന്നത് ആൾക്കാര്. അല്ലാണ്ട് എനിക്കതാ ഞാൻ ഈ ഇൻട്രോ പറയുന്ന സമയത്ത് അഞ്ജലി ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നത്. ആരും എൻ്റെ ശരിക്കുള്ള പേര് വിളിക്കാറില്ല. അധികവും കാണുമ്പോൾ അഞ്ജലി മോളെ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കും ഇത്രയും മാസം കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു സ്നേഹമുണ്ട്. ഞങ്ങളെപ്പോഴും പറയും സീരിയൽ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ, കാരണം സീരിയൽ ഉള്ള സമയത്ത് നല്ല ഫാൻ പേജസും അതും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ എപ്പോഴും പറയാം അത് കുറച്ച് കഴിഞ്ഞാൽ അത് മാറും, അടുത്ത ആൾക്കാർ വരുമ്പോ അത് മാറും എന്നൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷെ അത് ഇപ്പോഴും ഉണ്ട് എന്ന് ആലോചിക്കുമ്പോ അത് ശരിക്കും ഒരു ബ്ലെസ്സിങ്ങാ. ഈ LCU വേൾഡ് ഒക്കെ കണക്ട് ആവുന്ന പറയണ ഈ സാന്ത്വനം 1 സാന്ത്വനം 2 കണക്ട് ആയിട്ട് ശിവാഞ്ജലി തിരിച്ചു വരുമോ? അത് സാന്ത്വനം 2 ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല പക്ഷെ ആൾക്കാർ ഇപ്പോഴും ചോദിക്കും നിങ്ങളൊക്കെ എപ്പോഴാണ് വരിക, ഇനി അതില് നിങ്ങൾ എപ്പോഴാണ് വരിക, വെയിറ്റ് ചെയ്യുക. അവരൊക്കെ എപ്പോഴും രാജീവ് ഒരു ക്യാമിയോ അപ്പിയറൻസ് നടത്തുന്നുണ്ടല്ലോ പ്രൊമോക്ക് വേണ്ടി മാത്രം. എന്തെങ്കിലും സാധ്യത ഉണ്ടോ? കാരണം റൈറ്റേഴ്സ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കപ്പിളിനെ എങ്ങനെയും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്? ഇത് സാന്ത്വനം തീരുന്നേക്കാൾ മുമ്പ് ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിച്ചിരുന്നു സെക്കൻഡ് ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്. അപ്പൊ നമ്മള് അങ്ങനെ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ടീം മൊത്തത്തിൽ വേറെയാണ്, അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ രജപുത്രയല്ല, ചിപ്പി ചേച്ചിയും രജിസാറും അല്ല. അപ്പം ഞങ്ങളെപ്പോഴേ എല്ലാവരും പറഞ്ഞിരുന്നു ചെയ്യുന്നില്ല എന്നുള്ള. പിന്നെ നമ്മൾ മാക്സിമം ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും ഒരു സ്നേഹമുണ്ട്, വെറുതെ കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആൻഡ് അതിന്റെ ക്ലൈമാക്സിനേക്കാൾ ഈ വാത്സല്യ സിനിമയോടൊക്കെ കമ്പയർ ചെയ്യാന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ട്രൂ ലോയൽ ആയിട്ടൊരു ഫാൻ ഫോളോയിങ് ഉണ്ടല്ലേ? നിങ്ങളോട് 3 പേരോട് ചോദിച്ചോട്ടെ, ഈ സീരിയലുകൾക്കൊക്കെ വലിയ രീതിയിൽ വിമർശനം നേരിട്ടിരുന്ന സമയത്താണ് ഈ സീരിയൽ വരുന്നത്. അതായത് സീരിയലിന് അവാർഡില്ല, മികച്ച സീരിയലില്ല, സീരിയല് മറ്റേ സമൂഹത്തിൽ നെഗറ്റിവിറ്റി പടർത്തുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഈ സീരിയൽ വരുന്നത്. എന്തായിരുന്നു ശരിക്കും അതുവരെ നിങ്ങളും വേറെ സീരിയലുകളിലൊക്കെ ഭാഗമായിട്ടുണ്ടല്ലോ, ഈ സാന്ത്വനത്തിന് മാത്രമായിട്ട് എന്തായിരുന്നു പ്രത്യേകത ഉണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആ സാന്ത്വനത്തിന്റെ മാജിക് ഇതുവരെ എന്താന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ആദിത്യ സാറാണ് അതെ സോളം എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ അത് ഭയങ്കര ഈ പറയുന്ന പോലെ സാന്ത്വനത്തിന്റെ ആദ്യത്തെ സ്റ്റോറി ആദ്യത്തെ ഇതൊക്കെ വേറെ രീതിയിലായിരുന്നു, വേറൊരു ഡയറക്ടറായിരുന്നു ചെയ്യാനായിരുന്നത്. പക്ഷെ വേറെ അഞ്ജലി ആയിരുന്നു ആ കുട്ടി, വേറൊരു കുട്ടീനെ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ ഡയറക്ടർ മാറി, അങ്ങനെ കാസ്റ്റും കുറച്ചൊക്കെ അങ്ങനെ മാറി. അങ്ങനെയാണ് ഫുള്ള് ആദിത്യ സാറായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അത് മാക്സിമം ഈ പറയുന്ന ക്ലീഷയൊക്കെ ഒഴിവാക്കി. പിന്നെ സാർ എപ്പോഴും പറയും അധികം ലൈഫിലെ ഇത് വെച്ചിട്ട് സാറും സാറിന്റെ ബ്രദറും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ സാറും സാറിന്റെ വൈഫും തമ്മിലുള്ള കോൺവെർസേഷൻ, അതൊക്കെ സാറ് സീരിയലിൽ കൊണ്ടുവരാറുണ്ട്. ഡയലോഗ്സ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട്, അങ്ങനെ കടുകട്ടി വാക്കുകളോ. നമുക്ക് ശരിക്കും സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഇപ്പം തുടക്കത്തിലൊക്കെ ഞങ്ങൾ തമ്മിൽ വഴക്കുള്ള സമയത്തൊക്കെ ചേട്ടന്റെ ഡയലോഗ് ഞാൻ വായിക്കുമ്പോൾ തിരിച്ച് ഇങ്ങനെ പറയാന്ന് നമുക്ക് മനസ്സിൽ തോന്നും. അത് തന്നെയായിരിക്കും സ്ക്രിപ്റ്റിൽ ഉണ്ടാവുക. അപ്പൊ നമുക്കതിങ്ങനെ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ? മറ്റേത് ഡയലോഗ് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ആവശ്യം. നമുക്കിങ്ങനെ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഡയലോഗ്സും ഇൻസിഡൻസ് ഒക്കെ ആയിരുന്നു. അത് മാത്രമല്ല കുറച്ച് ഈ സാഹിത്യപരമായിട്ടുള്ള സംഭാഷണ ശകലങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ചിപ്പി രാജാവ് അവർക്കാണ് കുറച്ചുകൂടി. ഞാൻ ആ സമയത്ത് ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കപ്പിള് സീരിയൽ ഉണ്ടെങ്കിൽ അവർ പറയുന്ന കോൺവെർസേഷൻ നമുക്ക് ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നീ എന്നെ എത്ര സ്നേഹിച്ചു എന്ന് എനിക്കറിയില്ല, ഞാൻ എത്ര സ്നേഹിച്ചു നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ന്യൂ ആയിരുന്നു അതിന്റെ കോൺവെർസേഷൻസ്. ഈ പെണ്ണിന് ഇഷ്ടമായോ എന്നുള്ളതിൽ എനിക്ക് ഇഷ്ടമായ ഒരു ആംഗിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഗോപികയുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു ആർക്ക് ഉണ്ട്. അത് ശരിക്കും ഈ നെൽസൺ സിനിമകളിലൊക്കെ ഒരു നായികമാർക്ക് ഉണ്ടാവുന്ന ഒരു രീതിയുണ്ടല്ലോ, ഇവരെന്താ എപ്പോഴാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇവര് സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടാണോ തമാശയാവുന്നത്, തമാശയായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് സീരിയസ് ആവണോ നമുക്ക് മനസ്സിലാവില്ല. അത് ആദ്യം തന്നെ ഉണ്ടായിരുന്നോ? അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് ആദ്യം മീൻസ് ഇതിൽ ഒരുപാട് ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 12 ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ മെയിനായിട്ട് ഈ നായികയുടെ ക്യാരക്ടറാണ്
കുറച്ച് ഷെയ്ഡ്സ് ഉള്ളത്. നായകൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ആൾക്കാരിലോട്ട് വരുന്നത്. അത് അങ്ങനെ തന്നെയാണ് എന്റെ എൻട്രിയും വെച്ചിട്ടുള്ളത്. പക്ഷെ നായികയ്ക്ക് ഒരു ഭയങ്കര ഒരു ചെറിയ ബിൽഡപ്പും കാര്യം അതിലൊരു എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു സംഭവം വെച്ചിട്ട് അതങ്ങനെ തന്നെ ചെയ്തൊരു പരിപാടിയാണ്. പക്ഷെ ഈ ഇതിലത്തെ ഗോപിയുടെ ക്യാരക്ടറെ അതിൽ കുറച്ച് നിർഭയങ്ങളുണ്ട്, സ്പോയിലർ ആവുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ അങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ല. സാധാരണ ഈ ഷോർട്ട് ഫിലിംസിന്റെ ഒരു ഓവർ സ്വഭാവം ഉണ്ടാവും. ഞാൻ തമാശ പറയാൻ പോവാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അതില്ല ഇതിനകത്ത്. RR വർക്ക് ചെയ്തപ്പോൾ പോലും ഇങ്ങനെ സാധാരണ തമാശ വരുന്ന സമയത്ത് ടൈം എന്നൊക്കെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നുമില്ല ഇതിനകത്ത്. അതും കോൺഷ്യസ് ആയിട്ട് എടുത്ത ഡിസിഷൻ ആയിരുന്നോ? അതെ, ഞങ്ങൾ കുറെ സമയം എടുത്തു. ഈ പറഞ്ഞ ഒരുപാട് ഈ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാ ഈ RR പറഞ്ഞ ടീമുകൾ ഉൾപ്പെടെ നമ്മള് നല്ല രീതിയിൽ സമയം എടുത്ത് ചെയ്തൊരു വർക്കാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി ഉണ്ടാവും. ആ സമയം എടുത്തതിന്റെ ക്വാളിറ്റി ആട്ടോ. ചിലപ്പം ഈ പറയുന്ന പോലെ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പം ഈ ക്ലീഷകളൊക്കെ അങ്ങനെയായിരിക്കും. കാര്യം മ്യൂസിക് ഒക്കെ നമ്മൾ അത്യാവശ്യം നല്ല സമയം എടുത്ത് കറക്റ്റ് വർക്ക് ആവുന്നിടത്ത് വെച്ചിട്ട്. കാര്യം എനിക്ക് ഭയങ്കര ഞാൻ നിർബന്ധം പിടിക്കും എല്ലാത്തിലും. എനിക്ക് മ്യൂസിക് ചേട്ടാ ഇങ്ങനെ വേണം, ഇത് ഇവിടെ നിൽക്കണം, ഇതിൽ ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു ശല്യക്കാരനാണ്. അല്ല, നമുക്ക് ഔട്ടാണല്ലോ. അപ്പം അതുകൊണ്ട് മാക്സിമം അതിനൊന്ന് അടിച്ചൊതുക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ശിവേട്ടനും കുറച്ച് കലിപ്പൻ ആംഗിളൊക്കെ ഉണ്ടല്ലോ ആ സീരിയലിന് പല പല ഭാഗങ്ങളായിട്ട്. ഇതിനകത്തും ഏകദേശം അതേപോലത്തെ അതല്ല, എന്നാലും വേറെ കൈൻഡ് ഓഫ് ഒരു ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂ ഉണ്ടല്ലോ. അത് തമ്മിൽ സാമ്യം ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നത്, അച്ചു ശിവനാവുന്നുണ്ടോടാ. ഞാൻ അങ്ങനെ നമ്മള് 3.5 വർഷം അത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയി. ഒരു അഞ്ജലിന്റെ എന്തെങ്കിലും കേറി വരും, എനിക്ക് അറിയില്ല എപ്പോഴും വന്നിട്ടുണ്ടോന്ന്. ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്നപ്പോഴത്തേക്ക് അതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേ ഷൂട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ പോയി. കാര്യം പെരുമഴ, മൊത്തം മഴ. പിന്നെ ഞാൻ ഈ അഭിനയത്തിന്റെ കാര്യമൊക്കെ എല്ലാവരും ഇതൊക്കെ അങ്ങ് വിട്ടു. ഞാൻ ഇതിന്റെ പരിപാടിയൊക്കെ വിട്ടിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സഞ്ചേട്ടൻ എടുത്ത് അച്ചുട്ടാ മഴ തോരൂടാ പോലെ. ചേട്ടാ മഴ തോന്നില്ലേ, മിക്കവാറും ഇന്ന് പണി പാടും. അപ്പൊ പുള്ളി മാറി എന്നിട്ട് ടെൻഷൻ. എന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ടെൻഷനും വിഷമങ്ങളൊക്കെ പറയുന്ന പുള്ളിയുടെ അടുത്താണ്. അപ്പൊ ഞാൻ പോയിട്ട് അങ്ങനെ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞ പുള്ളി നീ ഇനി എന്റെ അടുത്ത് ഒന്നും പറയരുത് അങ്ങനെയായിരുന്നു. പക്ഷെ അല്ല, ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മള് ഈ വർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സീരിയൽ ചെയ്യുമ്പോഴേ തൊട്ടിട്ട് ഇവരൊക്കെ കളിയാക്കും എന്നെയും അച്ചുവിനെയും. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ സിനിമയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു സാധനം എന്താ പറയാ, അച്ചു ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം, ചേട്ടൻ കണ്ടല്ലോ അതിന്റെ ക്വാളിറ്റി. അപ്പോൾ എന്താ പറയാ, അത് മോശമാക്കരുതെന്ന് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവളാണെങ്കിലും രാത്രി 3 മണി വരെ 4 മണി വരെയൊക്കെ സുഖമില്ലായിരുന്ന സമയത്തൊക്കെ ഷൂട്ടിന് നിന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു വർക്ക് ഭയങ്കര നന്നായിട്ട് വരണം എന്ന് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു ടെൻഷൻ. ആദ്യത്തെ ദിവസം മഴയൊക്കെ പെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാനൊക്കെ പേടി തുടങ്ങി. കാരണം മുഖത്ത് ടെൻഷൻ. കാരണം വെച്ചാൽ ഇത് ബാക്കി ഇപ്പൊ ഒരു ഡയറക്ടറും ആക്ടറും വന്ന് വർക്ക് ചെയ്യുന്ന പോലെയല്ല, ഇത് ഞങ്ങളുടെ വർക്ക് ആയതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ ഇങ്ങനെ നേരത്തെ ചോദിച്ച പോലെ അപ്പൊ എനിക്ക് അച്ഛനോട് ഞാൻ ചോദിക്കും, അച്ചു ഞാൻ അഭിനയിക്കുമ്പോ ശിവനാവുന്നുണ്ടോടാ. മൊത്തത്തില് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ പെണ്ണ് കാണൽ സീൻ ഉണ്ടല്ലോ, അത് ഷോർട്ട് ഫിലിമുകളുടെ തുടക്കകാലം തൊട്ട്, അത് യൂട്യൂബ് എപ്പോഴാണ് ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്യാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്, അന്ന് കാലം തൊട്ടേ പെണ്ണ് കാണാൻ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമുകളുണ്ട്. 5000 ഉണ്ടെങ്കിലും ഈസി ആയിട്ട് യൂട്യൂബിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിനകത്താണ് നിങ്ങൾ അവിടെ ഒരു പ്രത്യേകത കൊണ്ടുവരുന്നത് ആ പെണ്ണ് കാണൽ സീനിന്റെ മൊത്തത്തില്. അത് എത്രമാത്രം ടഫായിരുന്നു? പെണ്ണ് കാണല് ഞങ്ങൾ ആദ്യം ഇതിന്റെ ഒരു ചെറിയൊരു പ്ലോട്ട്, ഒരു ചെറിയൊരു ലെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഇപ്പൊ പറയില്ലേ ഇപ്പോഴത്തെ സ്ഥിരം പെണ്ണ് കാണൽ പരിപാടി അതുപോലെ തന്നെ ആയിരുന്നു കഥ, മെയിൻ സംഭവം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ എഴുതിയിട്ട്, പിന്നെ കുറെയൊക്കെ ഈ പറയുന്ന പോലെ മ്യൂസിക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വർക്കിന്. ബോണി ചേട്ടനാണ് മ്യൂസിക് ചെയ്തത്, ബോണി ലൂയിസ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ ഈ പറഞ്ഞ കണക്ക് ഇതില് മൊത്തത്തില് 3 പാട്ടങ്ങളുണ്ട് ഇതില്. ശരിക്കും അതില് പുള്ളിയുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 2 പാട്ടേ പുള്ളിക്ക് വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കാര്യം അതിൽ ഒരു പാട്ട് ഞാൻ ഒരു ഐഡിയ പരമായിട്ട് കളിച്ചതാണ്. അതായത് ഞാൻ ഒരു പാട്ടിന് 2 വെർഷനിലുള്ള ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ 2 സെക്ഷനിലോട്ട് മാറ്റിയിട്ട്, ഇല്ലെങ്കിൽ ബഡ്ജറ്റ് ഉള്ളൂ എന്ന് മേടിച്ചിട്ട്. അപ്പൊ അങ്ങനെ നമ്മള് അത്യാവശ്യം ഈ പറഞ്ഞ കണക്ക് പണിയെടുത്തിട്ടാണ് ചെയ്തത്. നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോ അറിയില്ലേ 3 പാട്ടിന് ചേട്ടൻ അങ്ങനെ അത്രയും പാട്ട് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല എന്താ വെച്ചാൽ പലപ്പോഴും ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല പാട്ടുണ്ടാവും, ആ പാട്ട് നടുക്കി വെച്ചിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കഥ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടാവും. ഇത് പക്ഷെ ബ്ലെൻഡ് ആയിട്ട് പോകുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് തോന്നി. ഈ സ്വന്തം ശബ്ദം ഇനി അങ്ങോട്ട് ഉപയോഗിച്ചൂടെ? ഇപ്പൊ സ്വന്തം ശബ്ദം തന്നെയാണ്, സീരിയലിൽ മാത്രമാണ്. സീരിയലിൽ ഉൾപ്പെടെ അത് ഉപയോഗിച്ചൂടെ?
അത് അന്ന് ചെയ്തില്ല. സീരിയലിൽ അത് എന്താ വെച്ചാല് ഇപ്പം ഇവരുടെ ഇപ്പൊ എന്റെ വോയിസ് ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. പക്ഷെ പിന്നീടെന്ന് വെച്ചാല് നമ്മൾ ഞാൻ ആ സമയത്ത് അസോസിയേറ്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യ സാറിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അഭിനയിക്കുകയും ചെയ്യും, എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പോയി ഡബ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ എനിക്ക് അത്രയും വലിയ ക്യാരക്ടറല്ല. എനിക്ക് തന്നെ ഞാൻ ചില സമയത്ത് ഡബ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് ഒക്കെ പോയി ഡബ് ചെയ്യുന്നത്. കാര്യം എപ്പിസോഡിന് ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് പോയി ഡബ് ചെയ്യും. അപ്പൊ ഞാൻ ഈശ്വര ഡബിങ് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. കാര്യം പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിന് പോകണം. അപ്പൊ ഇവര് അത് എടുത്തിരുന്നെങ്കിൽ ഭയങ്കര ഡെയിലി നമുക്ക് ഷൂട്ട് ഉണ്ടല്ലോ, മിക്ക സീൻസിലും നമ്മളുണ്ടാവും. ഇവർ ഇടയ്ക്ക് സീൻസിന്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഇവൻ ലൊക്കേഷനിൽ പോയി ചെയ്യും. പക്ഷെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി പോകണം. പക്ഷെ രാവിലെ പിന്നെയും 6:30, 7 ആകുമ്പോൾ നമുക്ക് ലൊക്കേഷൻ പോകണം. അപ്പൊ അത് കുറച്ചൊരു ടയറിങ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ആഗ്രഹമുണ്ട് സൈജേട്ടനും ചേച്ചിക്ക് ഭയങ്കര പറയാറുണ്ടായിരുന്നു. ചിപ്പി ചേച്ചിയോട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ ഓക്കെ. ഈ അപ്പൊ എത്ര ദിവസം ഇത് ഷൂട്ട് ചെയ്യും കണ്ടിന്യൂസ്ലി ഒരു സീരിയൽ? നമുക്കൊരു നമ്മള് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് അതെ, തുടക്കത്തിലൊക്കെ എപ്പിസോഡിന്റെ ബാക്കപ്പ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് മാസം ഒരുമിച്ച് അവിടെ തന്നെയായിരുന്നു. പിന്നെ പിന്നെ മാസത്തിലൊരു 20 days ഒക്കെ അവിടെ ഉണ്ടാവും. സജിൻ, ഞാൻ കുറെ കാലമായിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ട്. അതായത് ഈ ഏതോ ടെലിഫിലിം തൊട്ടിട്ട് ഇപ്പൊ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പം അങ്ങനത്തെ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ വിക്രം ഒക്കെ ഏകദേശം ഒരു 10-12 വർഷം സിനിമയുടെ പിന്നിൽ നടന്ന് അദ്ദേഹം സീരിയൽ ചെയ്ത്, ഡബ് ചെയ്ത്, ഷോർട്ട് ഫിലിംസ് ചെയ്ത്, പിന്നെ സിനിമയിൽ ഒരാളുടെ നായകന്റെ കൂടെയുള്ള റോൾ ചെയ്തിട്ടാണ് നായകനാവുന്നത്. ഇത് മടുപ്പിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇത് കാത്തിരുന്ന് ഒരിക്കലും മടുത്തിട്ടില്ല. ഇല്ല, മടുത്തിട്ടൊന്നുമില്ല. കാരണം അത് അത്രയും ആഗ്രഹമാണ്. അതങ്ങനെ മടുക്കില്ല. കാരണം അത്രയ്ക്കും ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി ഇപ്പോഴും ഞങ്ങളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു. അല്ല, പുള്ളിക്കാരന് ഞാൻ സഞ്ജയനുമായിട്ട് ആദ്യം ഈ കണക്ഷൻ ഉണ്ടാവുന്നതിന്, അതായത് ഞാൻ ആദ്യം ഈ കഥ പറയുന്ന സമയത്ത് ഞാൻ പണ്ടേ കഥകൾ പറയും, ചെറിയ ചെറിയ കഥകൾ ഉണ്ടാക്കിയൊക്കെ പറയാറുണ്ട്. അപ്പം പയ്യന്മാർക്കൊക്കെ ഞാൻ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ അവന്മാർക്ക് ഇടാം തുടങ്ങിയ അങ്ങനത്തെ ഒരു ഇതാ. പക്ഷെ ഞാൻ കഥ പറയുന്നത് അത്രത്തോളം ആസ്വദിച്ച് കേൾക്കുന്ന ഒരാള് സഞ്ജയനാണ്. ചിലപ്പോ അതാണ് നമ്മൾ തമ്മിലുള്ളൊരു ആദ്യം ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടാവാൻ കാര്യം. അപ്പം ഞാൻ ആദ്യ സമയത്തൊക്കെ നമ്മൾ ഈ സഞ്ജയനെ വെച്ചിട്ടൊക്കെ നമ്മൾ ആദ്യം ചേട്ടാ എന്നാ ഈ ക്യാരക്ടർ ചേട്ടൻ ചെയ്യണം, നമുക്ക് ഈ പറയുന്ന നമുക്ക് ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യാം, ഇതാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്യാരക്ടറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പുള്ളിക്കാരന്റെ കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെന്താണ് പുള്ളി അഭിനയത്തിനെ പറ്റി പറയുമ്പോൾ പുള്ളിയുടെ കണ്ണ് അറിയും. എനിക്കത് ആദ്യം അറിയില്ല. പിന്നീട് ഈ പറഞ്ഞ കണക്ക് ഞാനും ഈ പറയുന്ന കണക്ക് ഡിറക്ഷൻ എന്നുള്ളൊരു സംഭവം എനിക്ക് അഭിനയമല്ല, എനിക്ക് സംവിധാനം ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തതിന് ശേഷം എനിക്കും കണ്ണ് നിറഞ്ഞു തുടങ്ങി. ഇപ്പൊ തന്നെ ചേട്ടൻ ചോദിച്ചപ്പോ ഇവിടെ ഇരുന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെനിക്കും മനസ്സിലായത് ഒരു നമ്മളെന്തായാലും ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കാൻ അതിനൊരു എമോഷണൽ ഉണ്ടാവുമല്ലോ, ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും. ചേട്ടനത് ഉണ്ട് ഭയങ്കരമായിട്ട്. ഇതല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം അഭിനയിക്കാനൊക്കെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാര്യം. പുള്ളിക്കാരൻ കല്യാണം കഴിച്ചു ആക്ട്രസ് ആണ്. അപ്പം ഒരു സ്റ്റേജില് പുള്ളിക്കാരൻ അങ്ങനെ ഒരു മീൻസ് ആക്ടിങ്ങിന് പറ്റിയ ഒരു നല്ല വേഷമൊന്നും കിട്ടാതെ ഇങ്ങനെ വീട്ടിലിരുന്നൊരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് രാത്രി മൊത്തം ഉറക്കമില്ലാതെ ഇരുന്നിട്ട് പകല് എങ്ങനെയെങ്കിലും കിടന്നുറങ്ങാൻ വേണ്ടി കണ്ണൊക്കെ ഇങ്ങനെ പൊത്തി ഇതൊക്കെ ഇട്ട് കെട്ടിയിട്ടൊക്കെ കിടന്നുറങ്ങിയിട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ ഒരു ഭയങ്കര തീയാണ്. ഒരു ആക്ടർ ആവണം എന്നുള്ളൊരു തീയ. ഇപ്പൊ പോലും ഇപ്പൊ സാന്ത്വനം എന്ന് പറഞ്ഞ സീരിയൽ കഴിഞ്ഞിട്ട് ശരിക്കും ഏഷ്യാനെറ്റിൽ അത്രയും നിന്ന് ആൾക്കാർ അത്രയും സ്വീകരിച്ചൊരു ക്യാരക്ടറാണ് ശിവനും ഈ പറഞ്ഞ അഞ്ജലി. ഇപ്പൊ ഇവരായിരുന്നാലും ഇപ്പൊ ഇത് സാന്ത്വനം കഴിഞ്ഞിട്ട് വീണ്ടും ഒരുപാട് ഓഫേഴ്സ് വന്നിട്ട് ഇതെല്ലാം വേണ്ട, സിനിമ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ നിൽക്കുക. അപ്പൊ അത് ഭയങ്കര അത് ആ ഒരു തീയുള്ളതാണല്ലോ ഭയങ്കര. ഇത് ഒന്നാമത്തെ കാര്യം, ആക്ടേഴ്സ് ഭയങ്കര നിസ്സഹായരാണ്. കാരണം ഇത് വന്നാൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മൾട്ടി ടാലന്റഡ് ആയിരിക്കണം. ശ്രീ പൃഥ്വിരാജിനെയൊക്കെ പോലെ എഴുതാനും ഡയറക്റ്റ് ചെയ്യാനും അത്രയും കുറെ കഴിവുകളും പിന്നെ അത്രയും കുറെ കോണ്ടാക്ട്സും വേണം. ഈ സിനിമ പ്രൊജക്ട് അങ്ങനെ എളുപ്പത്തിൽ സംഭവിക്കില്ലല്ലോ. ഈ അങ്ങനെ ഇത് പിന്നെ വേറൊരു കാര്യം, നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മുടെ പ്രായം, മാറുന്ന ട്രെൻഡ്, സിനിമയുടെ സ്വഭാവം മാറും, പിന്നെ കൂടെയുള്ള ആള് സക്സസ്ഫുൾ ആകുമ്പോൾ അതിന്റെ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തിരുന്നത്? മാനേജ് ഇപ്പോഴും ഇങ്ങനെ എങ്ങനെയൊക്കെയോ പോവാണ്. എന്താ പറയാ, മെന്റൽ ഹെൽത്ത് ഒന്നും അത്ര ഓക്കെ ഒന്നും അല്ല. കാണുമ്പോ ഓക്കെ ഇന്നലെ വിളിച്ച് കരഞ്ഞു. ഇന്നലെ പുള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ അച്ഛട്ടോ എവിടാന്ന് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വീട്ടിൽ നിന്ന് എന്താണ്
എല്ലടാ എനിക്ക് എന്തോ പെട്ടെന്ന് ഇങ്ങനെ പോയി കയ്യിൽ നിന്ന് അതാ ഞാൻ വിളിച്ചത്, വീഡിയോ കോൾ വരണോന്ന് പറ്റും. വീഡിയോ കോൾ വന്നപ്പോഴത്തേക്കും പുള്ളി കരഞ്ഞോണ്ടിരിക്കുക, ഭയങ്കര ഫീൽ ഒരു മീൻസ് അത് കാണുമ്പോൾ നമുക്കും വിഷമമാണ്. കാര്യം ഒരു സ്ട്രഗ്ലിംഗ് ആണല്ലോ, എല്ലാ രീതിയിലും പറഞ്ഞ ഒരു സ്ട്രഗ്ലിംഗ് ആണ്. ഞാൻ പറയുന്നത് വെച്ചാല് എനിക്ക് പറയുന്നത് വെച്ചാൽ നമ്മള് കറക്റ്റ് ട്രാക്കാന്നുള്ള രീതിയിൽ. അതെ ഇത് ഞാൻ ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, കാരണം ഈ സീരിയൽ ഏതെങ്കിലും ഒരു കപ്പിളൊക്കെ ഹിറ്റ് ആവുന്ന സമയത്ത് സീരിയൽ ഉണ്ടാക്കുന്നത് ഞാൻ ഈ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ട്, തമിഴ് സീരിയലുകളൊക്കെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും അത്ര കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല അതിനകത്ത്. ഞാനും അതുകൊണ്ട് എനിക്ക് ഇതിനത്ര പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതാ ഞാൻ ശരിക്കും നിങ്ങൾ പ്രിവ്യൂ പോലെ കാണിച്ചപ്പോൾ ഞാൻ ചിരിച്ചത്, അത് ഒറിജിനലായിട്ട് ചിരിച്ചത്. എനിക്ക് ആ പേര് ഭയങ്കര ഐ മീൻ ആ ഒരു ജെന്യുവൻ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ ഗോപിക്ക് സിനിമാൻട്രി അതൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ സാധ്യമായെന്ന് തോന്നിയിട്ടുണ്ടോ? സത്യം ഈ സുമതി വിളവിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്. അല്ല, ആക്ച്വലി അതിൽ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റൈറ്റർ ഉണ്ട് അഭിലാഷ് ചേട്ടൻ. ചേട്ടൻ എപ്പോഴും വീട്ടിൽ പോകുമ്പം ചേട്ടന്റെ അമ്മ ഇരുന്നിട്ട് സാന്ത്വനം കാണാറുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ പറയും അടുത്ത സിനിമയിൽ ഇവിടെ എടുക്കണം എന്ന് അങ്ങനെ പറയണ്ട. അമ്മ പറഞ്ഞത് കാരണം കിട്ടി. പിന്നെ GP ചേട്ടൻ ഉള്ളത് കൊണ്ട് ലൈക്ക് അഭിലാഷ് ചേട്ടനെ മീറ്റ് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞ ദൈവാനുഗ്രഹമാണ്. കാരണം നമുക്കങ്ങനെ ഒരു ഓഡിഷനോ സ്ക്രീൻ ടെസ്റ്റോ ഒന്നും തന്നെ ഇല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ അത്രയും വലിയൊരു ക്രൂ അല്ലെങ്കിൽ ഒരു ടീം നമ്മളെ സെലക്ട് ചെയ്യാന്ന് പറയുന്ന വലിയൊരു, പിന്നെ എനിക്ക് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, അതിന്റെ ടെൻഷൻസും ഉണ്ട്. അഞ്ജലിക്ക് ഇവിടെ മാത്രമല്ല പിടി. അഞ്ജലിക്ക് ഇവിടെ മാത്രമല്ല പിടി, എനിക്ക് ഇവിടെ മാത്രമല്ല ഡൽഹിയിലുണ്ട് പിടി എന്നൊക്കെ പറയാം. അതുപോലെ അല്ല, ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ലേ, അമ്മ പുള്ളിക്കാരി മാത്രമല്ല ഞാൻ ഞങ്ങളാരും കണ്ടില്ല. ഞാൻ ഈ അടുത്ത് ഒരു സീനിയർ ആയിട്ടുള്ള സീരിയലിലും സിനിമയിലും ഒരേപോലെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറിനോട് സംസാരിച്ചിട്ട് ഇരിക്കായിരുന്നു. ഒരു ലേഡി പെർഫോമറാണ്. അപ്പൊ അവന് പറഞ്ഞത് ഈ സീരിയലിൽ നിന്ന് സിനിമയിലേക്കുള്ള ട്രാൻസിഷൻ ഉണ്ടല്ലോ, അത് ഒരു വട്ടം നമുക്കത് കിട്ടിയാൽ തന്നെയും പിന്നെയും തിരിച്ച് നമ്മൾ സീരിയലിൽ നിന്നുള്ള സീരിയലിലുള്ള ആക്ടർ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള ലേബലേ ഉണ്ടാവുള്ളൂ എന്നാ അവരെന്നോട് വളരെ സങ്കടത്തിലാണ് എന്നോടത് പറഞ്ഞത്. അപ്പൊ അവിടെയാണ് ഒരു ഓഡീഷനും ഇല്ലാതെ ഗോപിക എടുക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. GP എന്നുള്ള ഇതുണ്ടല്ലോ, കമ്പാനിയൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആക്ടിങ് ഈ പറഞ്ഞ പോലെ ഓൺ ഓഫ് ആയിട്ടാണല്ലോ. സിനിമകളല്ല അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഷോസും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്രസൻസും ഒക്കെയാണ് വർക്ക് ആവുന്നത്. ഇങ്ങനെ ഒരു സിനിമ കിട്ടിയ സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ചേട്ടൻ തന്നെയാണ് അതിനുള്ള എഫേർട്ടും, ലൈക്ക് ചേട്ടനാണ് ഏറ്റവും എന്നെക്കാളും കൂടുതൽ ഹാപ്പി, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുക ചേട്ടൻ. ഇപ്പോൾ ഈവൻ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എപ്പോഴാണ് റിലീസ്, അച്ചു എന്തായി, അവനോട് കാണാൻ പറ, അങ്ങനെ എല്ലാം ഭയങ്കര എക്സ്ട്രീമാണ് ഇമോഷൻസ്. അപ്പം നമ്മളെക്കാളും എക്സൈറ്റ്മെന്റ് കൂടുതൽ ചേട്ടൻ. എൻ്റെ അടുത്ത് സിനിമ തുടങ്ങാനായിട്ടോ പ്രിപ്പയർ ചെയ്യണേ, അത് ചെയ്യണേ, ഇത് ചെയ്യണേ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാണ്. ഈ ജിബിചേട്ടൻ്റെ ആദ്യത്തെ സിനിമ കണ്ടിട്ടുണ്ടോ? അത് മറ്റേ സ്റ്റേറ്റ് അവാർഡ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും OTT-യിൽ ഉണ്ടോ, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം എവിടെയോ ഹാർഡ് ഡിസ്കിൽ ഇരിക്കുന്നുണ്ട് പറഞ്ഞു, പക്ഷെ ഇതുവരെ എനിക്ക് എടുത്തു തന്നിട്ടില്ല, അത് കാരണം കാണാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിൽ ആ സിനിമയിലെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും അവാർഡ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് മാത്രമാണ് അവാർഡ് ഇല്ലായിരുന്നത്. അതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം GPക്ക് അവാർഡ് കിട്ടാത്ത സമയത്ത് അവാർഡ് കിട്ടിയത് മോഹൻലാലിലാണ്, തന്മാത്ര എന്നുള്ള സിനിമയ്ക്ക്. ഞാൻ ആ സിനിമ കുറച്ച് ദൂരദർശനിൽ കണ്ടിട്ടുണ്ട്. അത് അവാർഡ് കിട്ടുന്ന സിനിമകൾ ദൂരദർശനിൽ കാണിക്കാറുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള പെർഫോമൻസ് പുള്ളിയുടെ. ഭയങ്കര അണ്ടർ യൂട്ടിലൈസ്ഡ് ഒരു ആക്ടറാണ് GP. ഒന്ന് വീട്ടിൽ പോകുമ്പോൾ പറയാം. അതെ, എല്ലാരും ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഭയങ്കര റെലവെന്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ഓഫേഴ്സും അതും ഇതും, എല്ലാവരും അങ്ങോട്ട് പോയി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് വർക്ക്സ് നമുക്ക് വരുന്നത്. അതിപ്പം ചേട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവർക്കും അത് നല്ലൊരു സമയം നമുക്ക് എല്ലാവർക്കും വരും എന്നുള്ള ഒരു. നിങ്ങളിപ്പോഴും കപ്പിളാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ശിവാഞ്ജലി ശരിക്കും കപ്പിളാണെന്ന് വിശ്വസിക്കുന്ന വേറെ തന്നെ പാരലൽ വേൾഡിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാണുമ്പോ ചോദിക്കുന്നല്ലേ, എവിടെയെന്ന് ചോദിക്കും. ശിവേട്ടൻ എവിടെയെന്ന് ചോദിക്കും, ചേട്ടനെ കാണുമ്പോൾ ഞാൻ അഞ്ജലി എവിടെയെന്ന് ചോദിക്കും. അങ്ങനെ വിശ്വസിക്കും. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം ഉള്ളത് കൊണ്ട്. പിന്നെ ഷഫ്ന ചേച്ചിയും ആർട്ടിസ്റ്റ് ആണല്ലോ. ചേച്ചി ഇപ്പം ആർട്ടിസ്റ്റ് അല്ല, ഇപ്പൊ ചേട്ടൻ കല്യാണം കഴിഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ അല്ലായിരുന്നെങ്കിൽ ചിലപ്പം അത്രയ്ക്കും അറിയില്ലായിരുന്നു. ചേച്ചി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാം യൂട്യൂബിൽ വഴിയൊക്കെ എല്ലാവരും അറിയുമല്ലോ. ഈ ശിവാഞ്ജലി എന്നുള്ള ടേമില്ലേ, ഇത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോർഷൻസ് കുറച്ചുകൂടി നീട്ടിയിട്ടുണ്ടോ ശരിക്കുള്ള സീരിയലില്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് സത്യമായിട്ട് അറിയില്ല. തമിഴിലും നമ്മുടെ സീരിയലിന്റെ ഫസ്റ്റ് തമിഴിലാണല്ലോ, അവിടെയും ആ പേര് ഹിറ്റാണ്. കതിർ മുല്ല എന്ന് പറഞ്ഞിട്ട് അവിടെയും ഹിറ്റാണ്. പക്ഷെ
നമ്മൾ രണ്ടുപേരും കൂടെ കല്യാണത്തിന്റെ മുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള സീൻസ് ആകെ ഒരു 6-7 സീൻസേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അപ്പൊ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഇപ്പൊ അവിടെ ഹിറ്റ് ആയതുകൊണ്ട് ഇവിടെ ഹിറ്റ് ആവണം എന്നൊന്നും ഇല്ലല്ലോ, നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷെ ആ സീൻസ് ഇനിയിപ്പോ തമിഴിൽ ഹിറ്റ് ആയതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയതാണോ അതോ നമ്മുടെ തന്നെ കഴിവാണോ എന്താന്ന് അറിഞ്ഞൂടാ. പക്ഷെ ആ 5-6 സീൻസ് വെച്ച് തന്നെ ഒരുപാട് ഫാൻ പേജസും ഒരുപാട് എന്താ ഇവരെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് അപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ആകെ നമ്മൾ അത്ര, കാരണം ഈ ഇത്രയും ദിവസം അഭിനയിക്കുമ്പോൾ നമ്മൾ അറിയില്ല ഈ സീൻസ് അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം അഭിനയിക്കും, പിന്നെ ചിലപ്പോൾ കുറെ ദിവസം കഴിഞ്ഞിട്ട് അഭിനയിക്കും, അങ്ങനെ പോവും. നമുക്ക് അറിയില്ല നമ്മൾ ഇത്രയും അഭിനയിച്ചു എന്ന്. അപ്പൊ അത്ര സീൻസ് ചെയ്തിട്ട് പോലും ഇങ്ങനെ ഫാൻ പേജസ് കാണുമ്പോൾ നമ്മൾ ശരിക്കും വണ്ടർ അടിച്ചിട്ടുണ്ട്, നമ്മൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്നിട്ടും എങ്ങനെ ഇത്രയും പേര് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഈ സാന്ത്വനത്തിൽ ഏറ്റവും അധികം അരി പെറുക്കിയ ഒരു സീനൊക്കെ ഉണ്ടോ? അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ അരി പെറുക്കിയത് ഫസ്റ്റ് ഷോട്ട് ആയിരുന്നു. കാരണം ഞാൻ ഇതിന് മുന്നേ കബനി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തിട്ടുണ്ട് സാന്ത്വനത്തിന്റെ തൊട്ട് മുന്നേ. അപ്പൊ അതിലെങ്ങനെയാ വെച്ചാൽ ഭയങ്കര പാവം അങ്ങനത്തെ ഒരു ഹീറോയിൻ ആയിരുന്നു. പാവം, കരഞ്ഞോണ്ടിരിക്കും. എന്റെ അനിയത്തിയാണ് എന്റെ ഫ്രണ്ടായിട്ട് ചെയ്തത്. അവളായിരുന്നു പിന്നെ ബോൾഡായിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്റെ അനിയത്തിയാ ചെയ്തത്. ആ ക്യാരക്ടർ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ലോക്ക്ഡൌൺ വന്നു, എന്നിട്ടാണ് ഈ സീരിയൽ തുടങ്ങിയത്. അപ്പൊ എന്റെ ഫസ്റ്റ് ഷോട്ട് ഒന്നുമില്ല, ഡയലോഗും ഇല്ല, ഒന്നുമില്ല. അമ്മ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു വീടിന്റെ ഒരു ഇതിലൂടെ പാസേജിലൂടെ നടന്ന് പുറത്തേക്ക് എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് നടക്കണം. എനിക്ക് എത്ര നടന്നിട്ടും ശരിയാവുന്നില്ല, കാരണം നമ്മൾ കബനി സ്റ്റൈലിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ ഇതെന്താ ക്യാരക്ടർ നമുക്ക് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമുക്കും അറിയില്ലല്ലോ, അവിടെ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു, ഫോക്കസിന്റെ പ്രശ്നം, ക്യാമറ പ്രോബ്ലം. പക്ഷെ നമ്മൾ വിചാരിക്കുക നമ്മുടെ തെറ്റാന്നല്ലേ വിചാരിക്കുക. ഞാനും ഓരോ പ്രാവശ്യം നടന്നു പോകുമ്പോഴും ഞാനിങ്ങനെ ഡൗൺ ആയി 15 ടേക്ക് എന്തോ പോയി ആ നടന്നു പോകുന്നില്ല, 15 ടേക്ക് എന്തോ പോയി. അപ്പൊ എന്റെ അനിയത്തി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിട്ടു, എനിക്ക് പറ്റില്ല, ഞാൻ പോകും, എനിക്ക് പറ്റുന്നില്ല. കാരണം ഓൾറെഡി ഒരു കുട്ടീനെ മാറ്റിയിട്ടാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പൊ ഇനി ഞാൻ ശരിയാവത്തോണ്ട് എന്നെ മാറ്റുമെന്നുള്ള പേടി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. സത്യം, എനിക്ക് നടക്കാം, അതിന് പോലും എനിക്ക് അറിയില്ലേ, എനിക്ക് ഈ പണി പറ്റില്ലേ എന്ന് വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഓക്കെ ആണോ? അപ്പൊ സാർ ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണോ, അന്ന് പരിചയമില്ല ആരുമായിട്ട്. എന്നിട്ട് ആ ഷോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഡയലോഗ് പറയുന്ന സീനായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തു. പിന്നെ എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന യതിയങ്കിൾ, ഞാൻ ഡാഡി കൂളിനെ വിളിക്കാം, യതിയങ്കിളാണ് എൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം പറഞ്ഞ, മോള് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, മോളുടെ മോഡുലേഷൻ കൊള്ളാലോ, ഡബിങ്ങും ചെയ്യട്ടോന്ന്. അന്ന് എന്റെ കണ്ണ് നിറഞ്ഞു. കാരണം നമ്മൾ ഇത്രയധികം ടെൻഷൻ അടിച്ചിട്ട് ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞു. ഒരാള് വന്നിട്ട് നമ്മളടുത്ത് നന്നായിണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു. പക്ഷെ എനിക്ക് നന്നായി എന്ന് പറയണമെന്നുണ്ട്. കാര്യം ആ സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിന് മുന്നേ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറയും ഫ്ലാഷ് ബാക്ക് ചേട്ടാ ചേച്ചി ആദ്യം ലൊക്കേഷനിൽ വന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ട്, അഞ്ജലിയുടെ ക്യാരക്ടർ. നീ പോയി ആ കുട്ടിയുടെ ഹെയർ റെഡി ആക്കിയിട്ട് നീ 2 സ്റ്റിൽസ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാനിങ്ങനെ കുട്ടിയെ കണ്ടപ്പോഴത്തേക്ക് ഓക്കെ നല്ല കുട്ടി, ഞാൻ ഫോട്ടോ എടുത്ത് ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആദ്യ സാറിനെ കൊണ്ട് കൊടുത്തു. അങ്ങനെ സാറൊക്കെ കണ്ടു. പിന്നെ അങ്ങനെ അഭിനയിക്കാനുള്ള രീതിയിലൊക്കെ വന്നു. അപ്പൊ ആ സമയത്ത് ഈ ഷോട്ട് എടുക്കുന്ന സമയത്തിന് ആദ്യ സാറിന്റെ അടുത്ത് ഞാൻ ഇരിക്കാം. അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ, കാര്യം എന്റെ മനസ്സിൽ ഇങ്ങനെ ഇല്ല, എന്നെക്കാളും മൂത്തതാന്ന് പോലും എനിക്ക് അറിയില്ല ആ സമയത്ത്. അപ്പൊ ആദ്യ സാർ ഇങ്ങനെ വിളിച്ചിട്ട്, ഗോപിക ഇത് അച്ചു എന്റെ അസിസ്റ്റന്റ് ആണ്, അവനാണ് നിന്റെ അനിയന്റെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ എന്റെ അടുത്തും പറഞ്ഞു, അതെ ഇത് നിന്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോഴാണ് ഓക്കെ. പിന്നെ അതിന് ശേഷം പുള്ളിക്കാരി തെറ്റിച്ചാലും നമുക്ക് വിഷയമില്ലല്ലോ, ചേച്ചി എന്തായിരുന്നാലും കുഴപ്പമില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ. എന്നിട്ട് അത് മാത്രമല്ല, ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേക്കും ഞാനും സഞ്ജയനും ഗിരീഷേട്ടനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആ കുട്ടിയുടെ പേരെന്താ, ഗോപിക. നല്ല കുട്ടിയല്ലേ, എടാ ഒക്കെ നിന്നെ കാര്യം ആണോ. ഇനി എന്റെ വേർഷൻ കേൾക്കണേ. ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ടിന് പോയപ്പോ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്, ആ കസിനെ പോലെ ഇരിക്കുന്നുണ്ട് ഇവനെ കാണാൻ. അപ്പൊ മിട്ടു എന്റെ അനിയത്തി പറഞ്ഞു, നോക്ക് ആ ചേട്ടനെ കാണാൻ നമ്മുടെ മറ്റേ കസിൻ മിഥുനെ പോലെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരിയാണല്ലോ. പിന്നെ എനിക്ക് ഇവനെ കാണുമ്പോഴേക്കും ഒരു അതായത് എനിക്കിങ്ങനെ വീട്ടിൽ കൊണ്ട് വളർത്താൻ തോന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഫീൽ ആയിരുന്നു. എനിക്ക് ആ സമയത്ത് ഞാൻ നോക്കുമ്പോ ഇവരെയാണ്
എനിക്ക് ഇവന്റെ അടുത്ത് അങ്ങനത്തെ ഫീൽ എനിക്ക് ഇവന്റെ അടുത്ത് അങ്ങനത്തെ ഫീൽ ആയിരുന്നു, ഒരു അനിയൻ കുഞ്ഞനിയൻ അങ്ങനത്തെ ഫീൽ ആയിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അവൻ ഈ കഥ എന്റെ അടുത്ത് പറയുന്നത്. എല്ലാവർക്കും എന്നെ ഫൈറ്റ് ഒക്കെ ഉണ്ടാവില്ല, ഫൈറ്റ് വെച്ചാൽ അങ്ങനെയല്ല, വാക്കുവാദങ്ങൾ ഉണ്ടാവില്ല പലപ്പോഴും ആ വീട്ടില്, ഡയലോഗ് പറഞ്ഞ് തല്ലുകൂടുമല്ലോ. ഈ സമയത്തൊക്കെ അരി പറിക്കിയ സന്ദർഭം ഉണ്ടോ? അരി അങ്ങനെ ഇല്ല, അങ്ങനെ അരി വറക്കേണ്ട ഇത് വന്നിട്ടില്ല. എന്തായാലും ടഫ് ചെയ്യാൻ അതിനകത്ത് സാന്ദ്രത്തിന് റൊമാൻസോ അങ്ങനെ എല്ലാം ഗൈഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. നമുക്ക് പറഞ്ഞു തരും നന്നായിട്ട്, വ്യക്തമായിട്ട് പുള്ളിക്കാരൻ ഐഡിയ ഉണ്ടോ, ഇത് ചെയ്താൽ മതി, ചില സമയത്ത് ചെയ്തും കാണിച്ചു കൊടുക്കും. അത്രയും ഇതായിട്ട്. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ റേഡിയോയിലൊക്കെ ഷോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മള് ഞാൻ 2017 ചെയ്യുന്നത്. അപ്പൊ ഈ റേഡിയോ ശരിക്കും ആൾക്കാർ കേൾക്കുന്നുണ്ടോ, റേഡിയോ ഇപ്പോൾ റെലവെന്റ് ആണോ എന്നുള്ള സംശയങ്ങളുണ്ടായിട്ട്. പക്ഷെ റേഡിയോയ്ക്ക് ഒരു ഓഡിയൻസ് ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. അതുപോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിക്ക് വരുന്നതിനൊക്കെ മുമ്പ് ഇത് ആളുകൾ കാണുമോ, അല്ലെങ്കിൽ ഇതിന് വലിയൊരു ഓഡിയൻസ് ഉണ്ടോ, അങ്ങനെ തോന്നിയ സന്ദർഭം ഉണ്ടോ? ഇല്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത്രയും ഈ നമ്മുടെ സാന്ത്വനം ഇത്ര ഹിറ്റാവുന്നും, അല്ല അതിലെ കഥാപാത്രങ്ങളും ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടാവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ ട്രോളാനും കളിയാക്കാനും വേണ്ടിയിട്ടാണ് കണ്ടു തുടങ്ങിയത്, പക്ഷെ പിന്നെ ഫാനായി പോയി, അങ്ങനെ പറഞ്ഞ ആളുകളുണ്ടോ? കുറെ ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഷോർട്സ് ഒക്കെ കണ്ടിട്ട് സീരിയൽ കാണാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇഷ്ടമായിട്ട് കണ്ട് ഇൻസ്റ്റാഗ്രാമിലെ എഡിറ്റ്സ് കണ്ടിട്ടും, പിന്നെ ഒരുപാട് നല്ല നല്ല ട്രോൾസും ഉണ്ട്, നമ്മളെ വെച്ചിട്ട് കുറെ ട്രോൾസും ഉണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് അങ്ങനെ ഹേർട്ട് ആവുന്ന ട്രോൾസ് ഒന്നുമില്ല. എല്ലാം മോശമായിട്ടുള്ള ട്രോളുകളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ട്രോളുകളെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സീരിയൽസ് കണ്ടിട്ടില്ലെങ്കിലും ട്രോൾസ് മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അധികം ഈ പയ്യന്മാര്, നമ്മള് ഷൂട്ടൊക്കെ രാത്രി 12 മണി 12:30 ഷൂട്ട് ചെയ്യുമ്പം ഒരു ദിവസം നോക്കുമ്പോൾ ഒരു വലിയ ക്രൗഡ്, കുറേ പയ്യന്മാര് നോക്കുമ്പോൾ തൊട്ടടുത്തൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് ഷൂട്ട് കാണാൻ വന്നു. ലൈക്ക് ആ ഒരു ഏജിലുള്ള ഷൂട്ട് കാണാൻ വരുന്ന. അതുപോലെ നമ്മള് വഴിയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചില ചേട്ടന്മാര്, പെണ്ണുങ്ങളാണ് സാധാരണ സീരിയലിന്റെ ഷൂട്ടൊക്കെ നോക്കി നിൽക്കുക, പക്ഷെ ആണുങ്ങളും അവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കി നിൽക്കുക, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ പേര് മറ്റേ ഗോപുരം വീട്ടിലേക്ക് വിളിച്ചോ? ചേട്ടൻ ഓൾറെഡി വന്നു, ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്, ഇന്ന് വരും എന്ന് പറഞ്ഞു. ഗംഭീരമായിട്ടുണ്ട് അതിന്റെ ഡിസൈൻ, ഓരോ വാളിന് പോലും കൊടുത്തിട്ടുള്ള തീമൊക്കെ നൈസ്. അല്ല, ഈ ഒരു ഷോർട്ട് ഫിലിം എപ്പോ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ മാസം 22-ാം തീയതി തന്നെ റിലീസ് ചെയ്യണം, ഇല്ലെങ്കിൽ പ്രൊഡ്യൂസർ നിതിൻചേട്ടൻ തന്നെ കൊല്ലും. നിതിൻചേട്ടനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. കാര്യം ഈ വർക്ക് ഞാൻ ആദ്യം എഴുതിയിട്ട് ആദ്യം ഒരു ചെറിയൊരു പ്രൊഡക്ഷൻ ടീമിന്റെ അടുത്ത് ചെയ്യാനായിരുന്നു പ്ലാൻ, പക്ഷെ അത് നടന്നില്ല. പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ കുറെ നടന്നു. അപ്പോഴാണ് നിതിൻചേട്ടൻ അപ്പൊ നിതിൻചേട്ടൻ വന്നപ്പോഴാണ് വർക്ക് ശരിക്കും ഓണായതും പുള്ളിയുടെ ആ ഒരു രീതിയിലാണ് ഫുള്ള് പോകുന്നത്. അപ്പൊ ഈ മാസം എന്തായാലും ഇറക്കില്ലെങ്കിൽ പുള്ളി അതില് പോലീസ് ഓഫീസറാണ്, അതുകൊണ്ട് താടി എടുത്തത് നന്നായി. അത് ലാസ്റ്റ് സ്റ്റേജിൽ അങ്ങനെ ആയത്. കാര്യം ആദ്യം നമ്മള് ഈ സാന്ത്വനം സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പോ താടി വെച്ചിട്ട് തന്നെ, താടി പഠിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, അപ്പൊ താടി വെച്ചിട്ട് തന്നെ ചെയ്യാന്നായിരുന്നു. പിന്നെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇങ്ങനെ ഒരു പോലീസുകാരനാണ്, അപ്പൊ പോലീസുകാരനെ ആക്കിയത് കഥാപാത്രത്തിന്. പറയുന്ന പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇതില് നന്നായിട്ട് തോന്നുന്നതെല്ലാം ഏറ്റവും ലാസ്റ്റ് വന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ സീക്വൻസ് വന്ന് കയറുന്നത് ഉൾപ്പെടെ സീക്വൻസുകളെല്ലാം ലാസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ പോലീസുകാരനെ ആക്കിയപ്പോ പിന്നെ സീരിയൽ കഴിഞ്ഞല്ലോ. പിന്നെ ഈ GP ഇതിന്റെ എത്രമാത്രം ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്? ഇപ്പൊ ഷൂട്ടില്ല, ഞാൻ ഫുൾ അയച്ചു കൊടുത്തില്ല. കാര്യം എനിക്കിത് ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഇതിൽ ഓരോ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കും. പ്രത്യേകിച്ച് GP ചേട്ടൻ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് അയച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളി അത് പറയും, എല്ലാം എടുത്ത് പറയടാ, ഇത് ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ, അതിങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ പുള്ളി കറക്റ്റ് ആയിട്ട് ഒപ്പീനിയൻ പറയും. ഫൈനൽ കട്ട് എടുക്കുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ അത് അയച്ചു കൊടുക്കും. ഇപ്പൊ ഞാൻ കണ്ടത് ഫൈനൽ അല്ലേ, ഇനിയും ഉണ്ടോ? ഞങ്ങൾ പോളിഷ് ചെയ്ത് അല്ല, അച്ഛന് ഒരു സംഭവം, അവന് സിനിമ ഡയറക്ഷൻ എന്ന് പറഞ്ഞ പ്രാന്താണ്, അത്രയും ആഗ്രഹമാണ്. അപ്പൊ എന്തായാലും മോശമാക്കാൻ, ഒരു തരി പോലും മോശമാക്കാൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഇതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ടിലും അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഇത് തോന്നും. അപ്പൊ അതിങ്ങനെ അവൻ ഈ സീരിയലിൽ കാണുന്ന കണ്ണൻ കുഞ്ഞനിയനൊന്നും അല്ല. അവൻ ഈ കാര്യത്തിൽ ഭയങ്കര സീരിയസും ഭയങ്കര നമ്മുടെ അടുത്ത് കഥ പറയുമ്പോൾ തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. എല്ലാവരും കഥ പറയുമ്പോൾ നമുക്കത് തോന്നാറില്ല, പക്ഷെ ഇവൻ കഥ പറയുമ്പോൾ നമുക്ക് ശരിക്കും അത് വിഷ്വലി നമ്മുടെ രീതിയിൽ, നമ്മൾ ചില ബുക്കൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണില്ല, അതുപോലെ ശരിക്കും അപ്പൊ തന്നെ അവന്റെ ഉള്ളിലെ ആ ഒരു ഫയർ നമുക്ക് ഫീൽ ചെയ്യാം കഥ പറയുമ്പോൾ, അവന്റെ കണ്ണിലെ എക്സൈറ്റ്മെന്റ് ഒക്കെ.
പോരെ, ഇത്ര പോരെ. ഗോപിക GP ഈ GNG കപ്പിൾ ഉണ്ടല്ലോ, ഇതിനെ ആളുകൾ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബോളിവുഡിലൊക്കെയുള്ള ഈ പവർ കപ്പിൾ അല്ലെങ്കിൽ ഹാപ്പി കപ്പിളൊക്കെ പല ആളുകൾ ഇതിനെ നല്ല രീതിയിൽ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചൊക്കെയാണ് പല ബ്രാൻഡുകളും എൻഡോസ് ചെയ്യാനൊക്കെ വിളിക്കുന്നത്. ഇത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു എക്സാമ്പിളൊക്കെ ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. ശരിക്കും ഈ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് കമ്പാനിയൻസ് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് ഇപ്പൊ മനസ്സിലായത് ഇത്രയും ജീവിച്ചിട്ട്? ഫ്രണ്ട്സിനെ പോലെ ആയാൽ മതി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. രണ്ടുപേർക്കും ഒരേപോലത്തെ ഈക്വാലിറ്റി, ഫ്രീഡം, ട്രസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഒരു ഫ്രണ്ട്സ് തമ്മിൽ എങ്ങനെയാണോ അതുപോലെ ഉണ്ടായാൽ മതി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ അതൊന്നും വ്യത്യാസങ്ങളുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞ 7 years ഡിഫറൻസ് ഉണ്ട്. അതുപോലെ സ്വഭാവം രണ്ട് പോലെയാ. ലൈക്ക് ഞങ്ങൾ തമ്മിൽ ഒരു സിമിലാരിറ്റീസും ഇല്ല, ഒരു കാര്യങ്ങളിലും ഒരു സിമിലാരിറ്റീസും ഇല്ല. പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. കല്യാണം കഴിക്കാൻ ഇനി പോകുന്ന ആൾക്കാരോട് നീ ഇപ്പൊ കല്യാണം കഴിക്കാൻ നീ ഇപ്പൊ കുട്ടിയാ. എത്ര വയസ്സുണ്ട് അച്ഛന്? എത്ര വയസ്സ് തോന്നുന്നു? ഞാൻ ഇതേ കാര്യം അങ്ങോട്ട് ചോദിക്കാൻ എടാ കൂട്ടി പറഞ്ഞ നാണക്കേടാണ്, വേഗം പറഞ്ഞോ. 26. 28. ആ ഓക്കെ, അപ്പൊ നമ്മൾ സെയിം പറയാം. ശരി, ഞാൻ ശരിക്കും സജിന് എത്ര വയസ്സുണ്ട്? എനിക്ക് എത്ര വയസ്സ് തോന്നിക്കും? നിങ്ങൾ വിളിച്ചു വരുത്തിട്ട് വയസ്സൊക്കെ ചോദിച്ചിട്ട് എനിക്ക് സിനിമ അതെ അല്ല അങ്ങനെയൊന്നുമില്ല. അല്ല, എനിക്ക് 34 35. ഓക്കെ, നൈസ്. അല്ല ഞാൻ നല്ല സത്യമാഷിന് 41ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ സിനിമ കിട്ടുന്നത്. അതിനു മുമ്പേ നിങ്ങൾക്ക് സിനിമ കിട്ടട്ടെ. എല്ലാവരുടെയും സിനിമാ സ്വപ്നങ്ങൾ സാധ്യമാവട്ടെ. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഈ ശിവാഞ്ജലി കപ്പിളിനെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെ, അങ്ങനത്തെ സിനിമകളൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങളുടെ കപ്പിളിനെ വെച്ചിട്ട്? ഒരു ഫീച്ചർ ഫിലിം ഒക്കെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. എന്തായാലും അങ്ങനെയും കൂടി ആളുകൾക്ക് ഐഡിയ തോന്നട്ടെ. പെണ്ണിന് ഇഷ്ടമായോ 22ാം തീയതി മുതൽ സ്ട്രീം ചെയ്യും. ചാനൽ ഏതാ? ചാനൽ അച്ചു സുഗന്ധ് ഒഫീഷ്യൽ. അച്ചു സുഗന്ധ് ഒഫീഷ്യൽ എന്നുള്ള അതിലുള്ളതെല്ലാം ഈ സാന്ത്വനത്തിന്റെ ആൾക്കാരാണ്. സാന്ത്വനമുള്ള സമയത്തൊക്കെ ചെറിയ വ്ളോഗുകളൊക്കെ ഇവരുമായിട്ട് അതൊക്കെ. അപ്പൊ അങ്ങനെ അതിലുള്ളത് എല്ലാ ഓഡിയൻസും ഇവര് തന്നെയാണ്. അപ്പൊ അതിൽ തന്നെ 22ാം തീയതി വൈകിട്ട് 5:30 എല്ലാ ഓഡിയൻസും ശിവാഞ്ജലിയുടെ ഫാൻസും എല്ലാവരും അത് കാണട്ടെ. നിങ്ങളുടെ ഉള്ളിലെ റിയൽ ആക്ടേഴ്സിന്, അതായത് സീരിയൽ അഭിനയം അല്ലാത്തത് കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ ചെയ്തിട്ടുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും. അതും കൂടി ആളുകൾക്ക് ഒരു സർപ്രൈസിങ് എലമെന്റ് ആവട്ടെ. 3 നേരത്തിന് ഒരുപാട് നമസ്കാരം. താങ്ക് യു.